എങ്ങോട്ടാ? അതറിഞ്ഞിട്ട് ചേട്ടൻ എന്തിനാ? ഇയാള് കൊറേ നേരം എന്തൊരു ശല്യാ. ഞാൻ ചോദിക്കട്ടെ? വേണ്ട വേണ്ട നമുക്ക് പോവാം. ഓ വേണ്ടാന്ന് പറഞ്ഞു. ഓ ഇതെങ്ങോട്ടാ പോകുന്നേ? നിർത്ത്. ഏത് സ്ഥലം? നീ ഇറങ്ങിയോ? ഞാൻ എപ്പോഴേ റെഡി. എന്നാ പെട്ടെന്ന് ഞാൻ ഇറങ്ങി. അമ്മ ഞാൻ ഇറങ്ങാട്ടോ. പോയാലോ? ലേറ്റ് ആയെന്ന് വെച്ച് പെട്ടെന്ന് പോണമെന്ന് പറഞ്ഞേക്കല്ലേട്ടാ. ഇവിടെ ഫോണിനൊന്നും റേഞ്ച് ഇല്ലല്ലേ? പിന്നെ കാട്ടിലാണല്ലോ റേഞ്ച്. ഒരു ഭ്രാന്തൻ. അയ്യേ ഇയാളെന്തിട്ട് കടിച്ചു വലിക്കണേ? ഇത് കണ്ടിട്ടാണോ നീ ഇങ്ങനെ? ഇയാൾ എങ്ങനെയൊന്നും ആയിരുന്നില്ലേ? താടിയും മുടിയൊക്കെ വളർത്തി ഒരുമാതിരി കോലായിരുന്നു. പിന്നെ നാട്ടുകാരുണ്ടൊരു മുടിയൊക്കെ പിടിച്ചാണ്. നിങ്ങൾ ഇങ്ങോട്ട് വാ. എടി നമുക്ക് വേഗം പോണ്ടാ. എല്ലാം കണ്ടു പോണൂട്ടാ. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി മക്കളെ. എന്റെ പൊന്നോ. എല്ലാവരും വാ, ഒരു സെൽഫി എടുക്കാം. ഓക്കെ, ഒരു മിനിറ്റ് മതിടാ, വാങ്ങട്. വരണോ? അങ്ങോട്ട് നടക്ക്. ഇതല്ല അവിടെ കുഴിയുണ്ട്. ലച്ചു ഇതാ വരുന്നു. അയ്യോ അയ്യോ എനിക്ക്
നിന്നെ കൊല്ലുന്നതിന് മുന്നേ നിന്റെ കൂട്ടുകാരി മനുഷ്യൻ നിനക്ക് അറിയില്ല. ഒരാള് ഇതെന്തിനാ ഇങ്ങോട്ട് വളയ്ക്കുന്നേ? ആ അതൊക്കെ ഉണ്ട്. ഡാ നിർത്ത്. നീ അവിടെ അടങ്ങിയിരിക്കടി. ഇറങ്ങ്. ഇത് എങ്ങോട്ടാ പറ? നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കും പെണ്ണേ, വാ. ഇത് ഏതാ സ്ഥലം? ഇതെന്റെ ഒരു ബന്ധുവിന്റെ പഴയ വീടാ. ഇപ്പൊ ആൾ താമസമൊന്നും ഇല്ല ഇവിടെ. നമ്മളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അതൊക്കെ ഉണ്ട്, നീ വാ. വാ വാ വാ. എന്തിനാ അകത്തേക്ക് കയറുന്നേ? നീ എന്തിനാ വാതിലടയ്ക്കുന്നേ? അതൊക്കെ കാര്യണ്ട് മോളെ. സൂരജ് കളിക്കാൻ നിക്കല്ലേട്ടാ. മാറ് മാറ്. അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? സൂരജ് മാറ് മാറ്. ഇങ്ങോട്ട് മാടി മോളെ. ഇതൊന്നും ആരും അറിയാൻ പോണ്ട. പട്ടി നിനക്ക് ശ്വാസമില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യടാ? നീ എന്ത് ചെയ്യാൻ? നീ വണ്ടി കുറച്ച് പെട്രോൾ എടുത്തിട്ട് വാ. കർമ്മബലം കൊണ്ട് വന്നതാണ്, അനുഭവിച്ചേ തീരൂ. പരിഹാരം എന്തെങ്കിലും ഉണ്ടാ തിരുമേനി? സൂരജ് കഴിക്കണില്ലേ? ദാ വരുന്നു അമ്മ. ഹായ് അമ്മ. ചേട്ടാ മകന്റെ കർമ്മഫലം കൊണ്ടുണ്ടായതാണ്. മകന്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് അനർത്ഥങ്ങളുണ്ടാവും. പരിഹാരം ഒന്നുമില്ലേ തിരുമേനി? അവൾ നിസ്സാരക്കാരിയല്ല, പരിഹാരം ഒന്നേ ഉള്ളൂ. എന്തായാലും പറഞ്ഞോളൂ, എത്ര പണമായാലും നമ്മൾക്കത് ചെയ്യാം. ഞങ്ങക്ക് ഞങ്ങളുടെ മകന്റെ ജീവനാണ് വലുത്. അവളെ തളയ്ക്കണം. അതിനെ ദേവദത്തൻ തിരുമേനെ വരുത്തുന്നതാണ് നല്ലത്.
ഈ ദണ്ടങ്ങട് പിടിക്കുക, ആണിങ്ങട് തരിക. നാളികേരം പിടിക്കുക, അതങ്ങട് തരിക. ഈ ദണ്ട് ദുർമരണം നടന്ന വീട്ടിൽ ഭദ്രമായിട്ട് വയ്ക്കുക. എന്നെങ്കിലും അവൾ പുറത്തു വരികയാണെങ്കിൽ ഈ ദണ്ട് ഉപയോഗിച്ച് മാത്രമേ അവളെ തളയ്ക്കാൻ സാധിക്കൂ. തിരുമേനി എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നെങ്കിലും ഈ തളച്ചിരിക്കുന്ന ആണിക്ക് ഇളക്കം സംഭവിച്ചാൽ പൂർവാധികം ശക്തിയോടെ അവൾ പുനർജനിക്കും. പിന്നീട് അവളെ തളക്കണമെങ്കിൽ ഈ ദണ്ട് അവളുടെ ശരീരത്തെ സ്പർശിക്കണം. അല്ലാത്ത പക്ഷം അവളെ തളയ്ക്കാൻ ആർക്കും സാധിക്കില്ല. കൊണ്ടക്കോളാ, ധൈര്യമായിട്ട് മുന്നോട്ട് നടക്കുക. ആ അമ്മേ, തിരുമേനി കയറല്ലേ? തുറക്കുക.